സുഹൃത്തുക്കളെ, പാർട്ട് 2 ഗോൾവേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ എയർ സ്ട്രീറ്റിലൂടെയുള്ള യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതായി പോയത് ഗോൾവേയിലെ കത്തീഡ്രൽ ചർച്ചാണ്. എൻ്റെ സിസ്റ്റർ പറഞ്ഞായിരുന്നു കത്തീഡ്രൽ ചർച്ച് ഒന്ന് കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു ഗോൾവേയിൽ. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ആ കത്തീഡ്രൽ ചർച്ചിൻ്റെ ചുറ്റുമുള്ള ഒരു കാഴ്ചകളാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അതിന് മുമ്പിൽ തന്നെ ചെറിയൊരു വാട്ടർ ഫ്ലോ ഉണ്ട്. വാട്ടർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിലൂടെ വല്ല ഇലക്ട്രിസിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. ആ പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു കിണർ പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്ലാസ് ഇട്ടിട്ട് ഇത്രയും വാട്ടർ മാത്രം ഇങ്ങനെ കാണിക്കുന്ന രീതിയിൽ പണിതിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പിന്നിലെ സ്റ്റോറി എനിക്കെന്താണെന്നറിയില്ല. അറിയാവുന്ന പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചർച്ചിലേക്ക് നടന്നു നീങ്ങി. ഒത്തിരി ആൾക്കാർ പള്ളിയുടെ അകത്തേക്ക് കയറി ഇറങ്ങിയും പോകുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ പ്രത്യേകിച്ച് വലിയ ശബ്ദമോ ഒന്നും തന്നെ പള്ളിയുടെ അകത്തില്ല. ഭയങ്കര റിലാക്സ്ഡ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പള്ളിയുടെ അകത്ത്. നമുക്ക് ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ വളരെ കുറവാണ്. അതായത് പുരാതന കാലമായ ആ ഒരു പണികൾ അവർ ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ക്യാമറ അകത്ത് കയറ്റുന്നതിന് പ്രശ്നമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സാധാരണ ഒരു പള്ളിയുടെ അകമൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ താല്പര്യതയുള്ള കൂട്ടത്തിലല്ല ഞാൻ. എങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് കാണിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം എങ്ങനെ ആ ഒരു പഴയ കാലം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലോട്ട് ഫോളോ ചെയ്യണം സത്യത്തിലെ ആളുകളൊക്കെ. സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒത്തിരി ടോക്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലും സാർ ഉൾക്കൊള്ളിക്കുന്ന പല ഇൻഫോർമേഷൻസാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല ഒരു കാര്യം എന്നുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു വിഷൻ ഉണ്ടായിരിക്കണം. എന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട് ഫെയിൽഡാണ് കേട്ടോ. പള്ളിയുടെ അകത്ത് തന്നെ ആ പള്ളിയുടെ ഒരു മോഡൽ, അത് എക്സാക്റ്റ് അതിൻ്റെ ആ ഒരു ഡിറ്റോ, അതിൻ്റെ അതിൻ്റെ ഒരു നാനോ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അകത്ത്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതെന്താണ് നമ്മളവിടെ കാണുന്നത് അത് തന്നെ. പിന്നെ ചെറിയൊരു ആരാധനാലയമുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താ പറയുക, ഭയങ്കര പ്രയർഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ കത്തീഡ്രൽ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് അവിടെ എന്തോ ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ആളുകളൊക്കെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. എന്താണ് സ്പോർട്ടിൻ്റെ പേര് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞത് ഗെയിലിക് ആയിരിക്കാനാണ് ചാൻസ് എന്നാണ്. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്പോർട്സാണ്. പിന്നെ ഹർലിങ്ങും ഗെയിലിക് അങ്ങനെയുള്ള കളികളൊക്കെ. നമ്മളൊരു ബീച്ചിലാണ് പോയത്. ആ ബീച്ചിൻ്റെ പേര് ചേച്ചി എനിക്ക് പല തവണയായിട്ട് പറഞ്ഞു തന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു ബീച്ച് ഫെമിലിയർ ആയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ് കേട്ടോ. ഞാൻ മറന്നുപോയി ആക്ച്വലി. ബട്ട് ചേച്ചി എന്നോട് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ, ഈ ഒരു നല്ലൊരു വെതറിൽ ഇവിടെ വരുന്നത്. നല്ലൊരു വെതറായിരുന്നു. ഒരു അധികം ചൂടുമില്ല, ഒത്തിരി തണുപ്പുമില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി, അവിടെ നിന്നും യാത്രയായി. ഇതൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല വ്യൂ ആണ് കാണാൻ. പോകുന്ന വഴിയൊക്കെ ചുമ്മാ ഞാൻ കാണിച്ചെന്നുള്ളൂ. അടുത്ത ഞങ്ങൾ പോയി സോൾട്ട് ഹില്ലിലാണ് എന്ന് പറയുന്നൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ് കാണുന്നത്. നല്ല സീനറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര നേച്ചർ റിലേറ്റഡ് അല്ലേ, എന്താ പറയുക, പിക്ചേഴ്സ്ക്യൂ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇരിക്കുന്നു. അത്ര മനോഹരമായിരുന്നു ആ ഒരു. പിന്നെ മോളിലൊക്കെ ഇങ്ങനെ കുറേ കാർമേഘങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മഴയൊന്നും അന്ന് പെയ്തില്ലായിരുന്നു. ബട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. നമ്മളങ്ങനെ വഴിയോര കാഴ്ചകളും ആ ഒരു കടലും എല്ലാം കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങി. അപ്പോൾ അവിടെ അതാ ഒരു പാർക്ക്. ഞങ്ങൾ ആ ഡയറക്ഷൻ വെച്ച് നടന്നു. ആക്ച്വലി ഇത് അറ്റ്ലാന്റിക് ഓഷനാണ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ ഒരു പോർഷനാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് അറ്റ്ലാന്റിക് ഓഷൻ എന്നൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിലേക്ക് ടൈറ്റാനിക് മൂവിയാണ് കടന്നു വന്നത് സുഹൃത്തുക്കളെ. ഫൈനലി നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറണമെങ്കിൽ എൻട്രൻസ് ഫീസ് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ഓരോ റൈഡ്സിനും നമ്മൾ ടോക്കൺ എടുക്കണമായിരുന്നു കേട്ടോ. റൈഡ്സിൽ കയറാൻ അങ്ങനെ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ടോക്കൺ എടുത്തില്ല നേരം.
ഓക്കെ, അങ്ങനെ ഗെയിംസൊക്കെ ഉണ്ടത് ആ കുട്ടി എനിക്ക് പോസ് ചെയ്ത് തന്നാണ് കേട്ടോ. ഓക്കെ, അവൻ അടിപൊളിയാണ്, ആ കുഞ്ഞ് അവൻ അടിപൊളിയാണ്. അവനാണ് ആ ഡക്കിനെ അവൻ ചൂണ്ടിയിട്ടെടുത്തു. അവന് ഒരു ചെറിയൊരു ഡോള് കിട്ടിയായിരുന്നു ഗിഫ്റ്റായിട്ട്. ഓക്കെ, ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആ ഗെയിംസൊക്കെ കണ്ടിങ്ങനെ നോക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ ലൈഫിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെയുള്ള റൈഡ്സൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് ഒരു മൂവിയിലായിരുന്നു. പ്രോബ്ലം ചൈൽഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് തുടങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രോബ്ലം ചൈൽഡ് മൂവി. അതിൽ അവൻ ഏതോ ഒരു റൈഡിൽ കയറി വോമിറ്റ് ചെയ്യില്ല. അപ്പോഴാണ് ഇങ്ങനെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനത്തെയൊക്കെ റൈഡ്സൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഫാൻറ്റസി പാർക്ക്, സിൽവർ സ്റ്റോമൊക്കെ ആണല്ലോ ആദ്യമായിട്ട് വന്ന ഈ വാട്ടർ തീം പാർക്ക്. അവിടെയൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ റൈഡ്സൊക്കെ ആദ്യമൊക്കെ വന്നത്. അതുവരെ നമ്മുടെ നാട്ടിൽ മറ്റേ ജയൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇവൻ്റെ ക്യൂട്ട് എക്സ്പ്രഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ കുട്ടീനെ തന്നെ എടുത്തത്. ഓക്കെ, ഇതൊരു ഒരു ഓഡ് റൈഡാണ് ആക്ച്വലി. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇത് കറങ്ങുന്നത് കേട്ടോ. ആക്ച്വലി ഇത് കറങ്ങി തിരിഞ്ഞ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെയൊക്കെ കോലം കാണുമായിരുന്നു. എല്ലാം ഇറങ്ങിയവരൊക്കെ ഭയങ്കര ഡിസി ആയിട്ടാട്ടോ ഇറങ്ങിയത്. നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ ഒന്ന് വാള് വെക്കുമെന്ന് കേട്ടോ നമ്മൾ വിചാരിച്ചത്. എല്ലാവരും വളരെ വിജയാഘോഷത്തിലാണ് ഇറങ്ങി വരുന്നത് അതിൽ നിന്നും. അമ്മാതിരി തലചുറ്റലായിരുന്നു. പിന്നെ ഞങ്ങളൊരു വെറൈറ്റി സ്നാക്ക് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു. സ്നാക്കിൻ്റെ പേരെന്തായിരുന്നു, ചുറോസോ അങ്ങനെ കണ്ടുമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ജയൻറ്റ് വീലിൽ കയറി കേട്ടോ. ഞാനും ചേച്ചിയും കൂടിയാണ് ജയൻറ്റ് വീലിൽ കയറിയത്. അയ്യോ, അതിൻ്റെ മുകളിൽ നിന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അപ്പുറം വരെ ഞങ്ങൾ കണ്ടു. എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. എൻ്റെ താഴെ റൈഡ്സൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഈ ഷൂട്ട് എടുക്കുന്നതിനുള്ള ആ ഒരു പ്ലസൻറ്റ് മൂഡായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സോ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നീട് ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് പോയത്. സോ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.